നമസ്തേ, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. ഇന്ന് നമ്മൾ 9ാം സ്റ്റാൻഡേർഡിലെ ജിസ് ഗലി മേ റഹ്താ ഹൂം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. ആകെ 3 വർക്ക്ഷീറ്റുകളിലായി 31 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണുള്ളത്. അതിനു മുൻപായി ഈ പാഠത്തിൻ്റെ സാരാംശം നമുക്കൊന്ന് നോക്കാം. ജിസ് ഗലി മേ मैं रहता हूँ. सारांश: ये भाग उर्दू के महान कवि मिर्ज़ा असदुल्ला बेग खान गालिब की डायरी दस्तंबू से लिया गया है. ഈ ഭാഗം ഉറുദുവിലെ മഹാനായ കവി മിർസ അസദുള്ള ബേഗ് ഖാൻ ഗാലിബിൻ്റെ ഡയറിയായ ദസ്തംബുവിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. इसका अनुवादक ഡോക്ടർ കൈലാഷ് നാരദ് है. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ കൈലാഷ് നാരദ് ആണ്. आज़ादी के पहले अंग्रेज़ों ने अनेक भारतीयों को मार डाला. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർ അനേകം ഭാരതീയരെ കൊന്നുകളഞ്ഞു. गालिब ने दिल्ली में रहते समय अंग्रेज़ों के अत्याचारों को देखा. गालिബ് ഡൽഹിയിൽ താമസിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് ബ്രിട്ടീഷുകാരുടെ അക്രമങ്ങളെ നേരിട്ട് കണ്ടു. കവി ഹോനെ കെ കാരൺ കേണൽ ബ്രൗൺ നെ ഗാലിബ് കോ മുക്ത് കിയ. കവി ആയത് കാരണം കേണൽ ബ്രൗൺ ഗാലിബിനെ മോചിപ്പിച്ചു. ഗാലിബ് കെ കാരൺ ഉൻകെ പടോസിയോ കോ ഭി മുക്തി മിലി. ഗാലിബ് കാരണം അദ്ദേഹത്തിൻ്റെ അയൽക്കാർക്കും മോചനം ലഭിച്ചു. उनकी डायरी में भूख तथा प्यास से तड़पने वालों का विवरण है. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞതായ ആളുകളെക്കുറിച്ചുള്ള വിവരണം ഉണ്ട്. ദില്ലി മേ ലോഗോं को जहरीला पानी पीना पड़ा. ഡൽഹിയിൽ ആളുകൾക്ക് വിഷമയമായ വെള്ളം കുടിക്കേണ്ടതായി വന്നു. ചിരാഗ് അലി നാമക് ഫിശ്തി സഡക് സീंचते समय वहाँ से आए दिल्ली के बड़े हाकिम हडसन को സലാം नहीं किया. ചിരാഗ് അലി എന്നു പേരുള്ള വെള്ളം ചുമക്കുന്ന ഒരാൾ റോഡ് നനച്ചുകൊണ്ടിരുന്നതായ സമയത്ത് വന്നതായ ഡൽഹിയിലെ വലിയ ഉദ്യോഗസ്ഥനായ ഹഡ്സനെ സലാം ചെയ്തില്ല, നമസ്കരിച്ചില്ല. यही कारण बताकर अपनी तलवार से उसका पेट चीरकर मार डाला और लाश दिल्ली के दरवाजे पर लटका दिया. ഈ കാരണം പറഞ്ഞുകൊണ്ട് തൻ്റെ വാളെടുത്ത് ഈ ചിരാഗ് അലിയുടെ വയറ് കുത്തിക്കീറി അയാളുടെ ശവം ഡൽഹിയുടെ കവാടത്തിൽ തൂക്കിയിട്ടു. മിർസ ഗാലിബ് ने स्वयं भूख सहकर मेहरुनिसा नामक एक विधवा की भूख मिटाई. മിർസ ഗാലിബ് സ്വയം വിശപ്പ് സഹിച്ചുകൊണ്ട് മെഹറുനിസ എന്നു പേരുള്ളതായ വിധവയുടെ വിശപ്പ് മാറ്റി. गालिब बीमार होते समय पड़ोसी हीरा सिंह का पुत्र बाल मुकुंद अंग्रेज सिपाहियों की नजरों से बचाकर हकीम को उनके पास लाकर उनकी जान बचाई. गालिब രോഗിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അയൽക്കാരനായ ഹീര സിംഗിൻ്റെ മകൻ ബാൽ മുകുന്ദ് ബ്രിട്ടീഷ് പടയാളികളുടെ കണ്ണ് വെട്ടിച്ച് വൈദ്യനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. कठिनाई के समय गालिब की सहायता करने वाला मेरठ के हरि गोपाल തുക്ത की याद भी इसमें है. മിർസ ഗാലിബിൻ്റെ ബുദ്ധിമുട്ടിൻ്റെതായ സമയത്ത് ഗാലിബിനെ സഹായിച്ച വ്യക്തിയായ മീററ്റിലെ ഹരിഗോപാൽ തുക്തയെക്കുറിച്ചുള്ള ഓർമ്മയും ഇതിൽ ഉണ്ട്. ഇതാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ടുള്ളതായ സാരാംശം. ആദ്യത്തെ വർക്ക്ഷീറ്റിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ജിസ് ഗലി മേ മേ रहता हूँ कैसी रचना है. ജിസ് ഗലി മേ മേ रहता हूँ, ഞാൻ താമസിച്ച തെരുവിൽ എന്നത് ആരുടെ രചനയാണ്? അതിൻ്റെ തന്നെ മറ്റൊരു ചോദ്യം, ജിസ് ഗലി മേ മേ रहता हूँ കിസ് വിധാ കി രചന है. ജിസ് ഗലി മേ മേ रहता हूँ എന്നുള്ളത് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തർ ഡയറി. ചോദ്യം 2, ജിസ് ഗലി മേ മേ रहता हूँ കെ രചയിത കോൻ ഹെ. ജിസ് ഗലി മേ മേ रहता हूँ എന്നുള്ളതിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം മിർസ ഗാലിബ്. മിർസ അസദുള്ള ബേഗ് ഖാൻ ഗാലിബ്
എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരിനെ ചുരുക്കി വിളിക്കുന്നത് മിർസ ഗാലിബ് എന്നാണ്. ചോദ്യം 3. ജിസ് ഗലി മേ മേ രഹതാ ഹൂ നാമക് രചന കാ അനുവാദ് കിസ്നെ കിയ? ജിസ് ഗലി മേ മേ രഹതാ ഹൂ എന്ന പേരുള്ളതായ ആ രചന പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തർ ഡോക്ടർ കൈലാഷ് നാരദ്. ചോദ്യം 4. ഉനോനെ മേ നിഹിത് സർവനാം ക്യാ ഹെ? ഉനോനെ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രോനൗൺ ഏതാണ്? ഉത്തരം വേ. ഈ ഉനോനെ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത് വേ പ്ലസ് നെ എന്നാണ്. ഉത്തരം എഴുതുമ്പോൾ വേ എന്ന് മാത്രം എഴുതിയാൽ മതി. ഉനോനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എഴുതുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ചോദ്യം 5. ഗരീബ് ലോക് മേ സഗ്യ ശബ്ദ കോൺസായി? ഗരീബ് ലോക് എന്നുള്ളതിൽ നൗൺ ഏതാണ്? നാമരൂപം ഏതാണ്? ഉത്തരം ലോക്. ചോദ്യം 6. മിർസ ഗാലിബ് और पड़ोसियों को गिरफ्तार करके कर्नल ब्राउन के पास लाते समय कर्नल ब्राउन और मिर्जा गालिब के बीच होने वाले वार्तालाप कल्पना करके लिखे. മിർസ ഗാലിബിനെയും അയൽക്കാരെയും അറസ്റ്റ് ചെയ്ത് കേണൽ ബ്രൗണിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ കേണൽ ബ്രൗണും മിർസ ഗാലിബും തമ്മിൽ നടക്കാനിടയുള്ളതായ സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. ഉത്തരം മിർസ ഗാലിബ്. ജി മേ അന്തറാവും? സർ ഞാൻ അകത്തേക്ക് വരട്ടെ. കേണൽ ബ്രൗൺ. ഹാ ആവോ. തുമാരാ നാം ക്യാ ഹേ? വരൂ, നിങ്ങളുടെ പേരെന്താണ്? മിർസ ഗാലിബ്. മേ മിർസ ഗാലിബ്. ഞാൻ മിർസ ഗാലിബാണ്. കേണൽ ബ്രൗൺ. തും ക്യാ കർത്തേ ഹോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? മിർസ ഗാലിബ്. മേ കവിത ലിഖ്താ. ഞാൻ കവിത എഴുതുന്നു. കേണൽ ബ്രൗൺ. തോ തും പോയത് ഹോ? കിസ് ഭാഷ മേ ലിഖ്തേ ഹോ? അപ്പോൾ നിങ്ങൾ കവിയാണോ? ഏത് ഭാഷയിലാണ് എഴുതുന്നത്? മിർസ ഗാലിബ്. ഉറുദു മേ. ഉറുദുവിലാണ് എഴുതുന്നത്. കേണൽ ബ്രൗൺ. മേ കവിയോ കാ ആദർ കർത്താ ഇസ്ലിയെ ആപ് ഘർ വാപ്പസ് ജായേം. ഞാൻ കവികളെ ആദരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ വീട്ടിലേക്ക് പോയാലും. മിർസ ഗാലിബ്. മേരെ ജൈസെ യേ ഭി ബേഗുനാഹ് ഹേ, യേ കവിത ഭി ലിഖ്തേ ഹേ. എന്നെ പോലെ ഇവരും നിരപരാധികളാണ്, ഇവർ കവിതയും എഴുതാറുണ്ട്. കേണൽ ബ്രൗൺ. സച്ച് ഇൻകോ ഭി ആപ് ലേ ജായേം. സത്യമാണോ? ഇവരെയും താങ്കൾ കൊണ്ടുപോയാലും. മിർസ ഗാലിബ്. ധന്യവാദ് ജി. നന്ദി സാർ. 7ാമത്തെ ചോദ്യം. കേണൽ ബ്രൗണിനെ മിർസ ഗാലിബ് और पड़ोसियों को छोड़ दिया. കേണൽ ബ്രൗൺ മിർസ ഗാലിബിനെയും അയൽക്കാരെയും വിട്ടയച്ചു. इसके बारे में बताते हुए ഹരിഗോപാൽ തുക്ത के नाम पर मिर्जा गालिब का पत्र तैयार करें. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഹരിഗോപാൽ തുക്തയുടെ പേരിൽ മിർസ ഗാലിബ് എഴുതുന്നതായ കത്ത് തയ്യാറാക്കുക. ഉത്തരം സ്ഥാൻ താരീഖ്. സ്ഥലം തീയതി. പ്രിയ മിത്ര, പ്രിയ സുഹൃത്തെ, ആപ് കൈസേ ഹേ? താങ്കൾക്ക് സുഖമാണോ? കുശൽ സേഹന. സുഖമായിരിക്കുന്നില്ലേ? ആപ്കാ പത്ര മിൽനെ സെ അനേക് ദിൻ ഹോ ഗയേ. താങ്കളുടെ കത്ത് കിട്ടിയിട്ട് അനേകം ദിവസങ്ങളായി. ഏക് വിശേഷ് ബാത് ബത്താനെ കെ ലിയേ യഹ് പത്ര ലിഖാ ഹൂം. ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. आज कर्नल ब्राउन के सिपाहियों ने मेरे साथ मेरे बच्चों, नौकरों और पड़ोसियों को गिरफ्तार करके उनके पास ले गया. ഇന്ന് കേണൽ ബ്രൗണിൻ്റെ പടയാളികൾ എന്നോടൊപ്പം എൻ്റെ മക്കളെയും എൻ്റെ ജോലിക്കാരെയും എൻ്റെ അയൽക്കാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ബ്രൗൺ കാ ചെഹ്റ ദേഖർ മേ ഡർ ഗയ. ബ്രൗണിൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ വല്ലാതെ ഭയന്നുപോയി. ഉन्होंने मुझसे नाम और पेशा पूछा. അദ്ദേഹം എന്നോട് എൻ്റെ പേരും എൻ്റെ തൊഴിലും ചോദിച്ചു. കവി होने के कारण मुझे छोड़ दिया. കവി ആയത് കാരണം എന്നെ വിട്ടയച്ചു. मैं उनसे झूठ बोला कि मेरे सारे पड़ोसी कविता लिखते हैं. ഞാൻ അദ്ദേഹത്തോട് കള്ളം പറഞ്ഞു. എന്തെന്നാൽ എൻ്റെ അയൽക്കാരെല്ലാവരും കവിത എഴുതാറുണ്ട്. ये सुनकर उन्हें भी छोड़ दिया. ഇത് കേട്ടപ്പോൾ അവരെയും വിട്ടയച്ചു. मैं उस समय ऐसा न कहा तो उन्हें मार डालता. ഞാൻ ആ സമയം അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ അയൽക്കാരെ എല്ലാം കൊന്നുകളയുമായിരുന്നു. ഈശ്വരനെ ഹി ऐसा बोलने को सुझाता था. ഈശ്വരനാണ് എന്നെ ഇങ്ങനെ പറയാൻ തോന്നിപ്പിച്ചത്. മേരി ഗലി കെ സാരെ ലോഗ് ഡർ സെ ജീവിത് രഹത്തെ ഹെ. എൻ്റെ തെരുവിലുള്ള എല്ലാ ആളുകളും പേടിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഘർ വാലോं को मेरा नमस्कार. जल्दी ही इस पत्र की जवाब दें.
വീട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. വേഗം തന്നെ ഇതിന് മറുപടി നൽകിയാലും. ജവാബ് की प्रतीक्षा में आपका मित्र हस्ताक्षर मिर्जा गालिब. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കളുടെ കൂട്ടുകാരൻ സിഗ്നേച്ചർ മിർസ ഗാലിബ്. സേവാമേ നാം പത ടു പേര് അഡ്രസ്. എട്ടാമത്തെ ചോദ്യം സഹി മിലാൻ കരെ. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മിർസ ഗാലിബ്, ശിവജി റാം, ബാൽമുകുന്ദ്, ഹരിഗോപാൽ തുക്ത. വലത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഭവിഷ്യ के प्रति उम्मीद रखने का सलाह दिया, रुपये एवं गेहूं भिजवाकर गालिब की मदद की, भूखी मेहरुनिसा के घर में रोटियां पहुंचाई, प्रतिकूल परिस्थिति में भी गालिब की चिकित्सा का प्रबंध किया. उत्तरम मिर्जा गालिब भूखी मेहरुनिसा के घर में रोटियां पहुंचाई. മിർസ ഗാലിബ് വിശന്ന് ഇരുന്നതായ മെഹറുനിസയുടെ വീട്ടിൽ ചപ്പാത്തി കൊടുത്തയച്ചു. ശിവജി റാം ഭവിഷ്യയ്ക്ക് പ്രതി ഉമ്മീദ് രഖനെ കാ സലാഹ് ദിയ. ശിവജി റാം ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ളവനായിരിക്കണം എന്ന് ഉപദേശിച്ചു. ബാൽമുകുന്ദ് പ്രതികൂൽ പരിസ്ഥിതി में भी ഗാലിബ് की ചികിത്സാ का प्रबंध किया. ബാൽമുകുന്ദ് പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ഗാലിബിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടതായ ഏർപ്പാടുകൾ ചെയ്തു. ഹരിഗോപാൽ തുക്ത റുപ്പയെ ഏവം ഗേഹൂം ഭിജ്വാക്കർ ഗാലിബ് की मदद की. ഹരിഗോപാൽ തുക്ത പണവും ഗോതമ്പും കൊടുത്തയച്ച് ഗാലിബിനെ സഹായിച്ചു. ഒൻപതാമത്തെ ചോദ്യം ഹഡ്സനെ അഭാഗി ചിരാഗ് അലി കോ മാർ ഡാല. ഹഡ്സൺ നിർഭാഗ്യവാനായ ചിരാഗ് അലിയെ കൊന്നുകളഞ്ഞു. ഇസ് വിഷയ पर एक समाचार तैयार करें. ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ന്യൂസ് തയ്യാറാക്കിയാലും. ഉത്തരം ഹഡ്സൺ കാ ഷിക്കാർ ബന അഭാഗ ചിരാഗ് അലി. ഹഡ്സന്റെ ഇരയായി മാറി നിർഭാഗ്യവനായ ചിരാഗ് അലി. സ്ഥലം കൊടുത്തിരിക്കുന്നു പുരാനി ദില്ലി. दिल्ली के बड़े हाकिम हडसन ने चिराग अली नामक किश्ती को मार डाला. ഡൽഹിയിലെ വലിയ ഉദ്യോഗസ്ഥനായ ഹഡ്സൺ ചിരാഗ് അലി എന്നു പേരുള്ളതായ വെള്ളം ചുമക്കുന്ന ആളിനെ കൊന്നുകളഞ്ഞു. യമുന പാർ നിവാസി സഡക് സീഞ്ചനെ കാ കാം കിയാ കർത്താ ഥാ. യമുന നദിയുടെ അടുത്ത് താമസിക്കുന്നതായ ചിരാഗ് അലി റോഡ് നനയ്ക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗവാഹോं के मतानुसार सुबह चिराग अली सड़क सींच रहा था. സാക്ഷികളുടെ അഭിപ്രായമനുസരിച്ച് രാവിലെ ചിരാഗ് അലി റോഡ് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ് സമയം ഹഡ്സൺ ഘോടെ पर उधर से निकले. ആ സമയം ഹഡ്സൺ കുതിരപ്പുറത്ത് അതുവഴി വന്നു. ചിരാഗ് അലിനെ ഹഡ്സൺ को സലാം नहीं किया. ചിരാഗ് അലി ഹഡ്സനെ നമസ്കരിച്ചില്ല. इससे क्रोधित होकर हडसन ने अपने तलवार से चिराग अली का पेट चीरकर मार डाला. ഇതിൽ ക്ഷുഭിതനായി ഹഡ്സൺ തൻ്റെ വാളെടുത്ത് ചിരാഗ് അലിയുടെ വയറ് കുത്തിക്കീറി കൊന്നുകളഞ്ഞു. ബാദ് മേ ലാഷ് കോ ദില്ലി ദർവാസെ पर ढाक दी गई. പിന്നീട് ശവം ഡൽഹിയുടെ കവാടത്തിൽ തൂക്കിയിട്ടു. ചിരാഗ് അലി की हत्या से पूरे इलाके में अशांति फैली हुई. ചിരാഗ് അലിയുടെ മരണത്തിൽ ആ പ്രദേശം മുഴുവൻ അശാന്തി വ്യാപിച്ചിരിക്കുകയാണ്, അസമാധാനം വ്യാപിച്ചിരിക്കുകയാണ്. हडसन ने ही बादशाह बहादुर शाह जबर के दोनों बेटों का खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. ഈ ഹഡ്സൺ തന്നെയാണ് ബഹാദുർ ഷാ സഫർ എന്ന ചക്രവർത്തിയുടെ 2 മക്കളെയും കൊന്ന് തല ഡൽഹിയുടെ കവാടത്തിൽ തൂക്കിയിട്ടത്. ദില്ലിക്ക് ലോക് ഘബറാഹട്ട് മേ ഹെ. ഡൽഹിയിലെ ആളുകൾ പരിഭ്രാന്തരാണ്. 10ാമത്തെ ചോദ്യം കോഷ്ടക് സെ ഉചിത് ശബ്ദ സഹി സ്ഥാൻ पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കാം. ബ്രാക്കറ്റിൽ ബച്ചാക്കർ ജാൻ. ചോദ്യം ഭാഗ് നിക്കളെ വേ ഭാഗ് നിക്കളെ. ഉത്തരം ഇത് ഒരു രീതിയിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ഭാഗ് നിക്കളെ വേ ഭാഗ് നിക്കളെ. ഓടിപ്പോയി, അവർ ഓടിപ്പോയി. വേ ബച്ചാക്കർ ഭാഗ് നിക്കളെ. അവർ രക്ഷപ്പെട്ട് ഓടിപ്പോയി. വേ ജാൻ ബച്ചാക്കർ ഭാഗ് നിക്കളെ. അവർ ജീവൻ കൊണ്ട് ഓടിപ്പോയി. 2ാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തെ ചോദ്യം കിസ്കെ ആദേശാനുസാർ മിർസ ഗാലിബ് കോ സിപ്പാഹിയോനെ गिरफ्तार किया. ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് മിർസ ഗാലിബിനെ പടയാളികൾ അറസ്റ്റ് ചെയ്തത്?
उत्तरम കേണൽ ബ്രൗൺ नामक अंग्रेज अफसर के आदेशानुसार मिर्जा गालिब को सिपाहियों ने गिरफ्तार किया. കേണൽ ബ്രൗൺ എന്ന പേരുള്ള ബ്രിട്ടീഷ് ഓഫീസറിൻ്റെ നിർദ്ദേശാനുസരണമാണ് മിർസ ഗാലിബിനെ പടയാളികൾ അറസ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം, മിർസ ഗാലിബ് കെ സാത്ത് കിൻ കിൻ കോ ഗിരഫ്താർ കിയ. മിർസ ഗാലിബിനോടൊപ്പം ആരെ എല്ലാമാണ് അറസ്റ്റ് ചെയ്തത്? उत्तरम मिर्जा गालिब के साथ उनके 2 पुत्र, नौकर और कुछ पड़ोसियों को गिरफ्तार किया. മിർസ ഗാലിബിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളെയും ജോലിക്കാരെയും അയൽക്കാരെയും അറസ്റ്റ് ചെയ്തു. മൂന്നാമത്തെ ചോദ്യം, പാനി നെഹി മൗത് പി രഹേ ഹോ യഹാ കിസ് ഹാലത് കി ഓർ സംഗീത്. വെള്ളമല്ല മരണത്തെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം प्यास बुझाने के लिए गली वाले शोरों का पानी पीने लगे. ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി ആ തെരുവിലുള്ള ആളുകൾ വെടിമരുന്ന് കലർന്നതായ വെള്ളം കുടിക്കാൻ തുടങ്ങി. വ കഡ്വ ബദ്ബൂദാർ और जहरीला था. അത് കയ്പുള്ളതും ദുർഗന്ധമുള്ളതും വിഷമയമായതുമായിരുന്നു. ये पीने से मौत होने की संभावना है. ഇത് കുടിച്ചാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. യഹാ പ്യാസ് സെ വിവശ് ലോഗോं की मजबूरी की ओर संकेत है. ഇവിടെ ദാഹിച്ച് വലഞ്ഞ ആളുകളുടെ നിസ്സഹായതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചോദ്യം 4, മേരി തോ ഭൂഖ രഹനെ കി ആദത് ഹോ ഗയി ഹെ. വിശന്നിരിക്കാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. ഗാലിബ് കോ ഭൂഖ രഹനെ കി ആദത് കൈസെ ഹുയി ഹോഗി. ഗാലിബിന് വിശന്നിരിക്കുന്ന ശീലം എങ്ങനെയായിരിക്കണം ഉണ്ടായത്? ഉത്തർ गालिब ने भूखा रहकर अपनी हिस्से से रोटियां दूसरों को देती थी. ഗാലിബ് വിശന്നിരുന്ന് തൻ്റെ വീതമായ ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകുമായിരുന്നു. दूसरों की भूख बुझाने में उनको तसल्ली मिलती थी. മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റുന്നതിൽ അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയിരുന്നു. इस प्रकार भूख सहते सहते उनको भूखा रहने की आदत हुई. ഇങ്ങനെ വിശപ്പ് സഹിച്ചായിരിക്കണം അദ്ദേഹം വിശന്നിരിക്കാൻ ശീലിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, ഉനേം മേ നിഹിത് സർവനാം ക്യാ ഹേ. ഉനേം എന്നുള്ളതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രോനൗൺ ഏതാണ്? ഉത്തരം വേ. ഉനേം എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വേ പ്ലസ് കോ അത് ചേർത്ത് എഴുതുമ്പോൾ ഉൻകോ എന്നും ഉനേം എന്നും എഴുതാൻ സാധിക്കും. ആറാമത്തെ ചോദ്യം, അഭാഗ ദില്ലിവാല മേ സഗ്യ ശബ്ദ കോൻസാ ഹെ. അഭാഗ ദില്ലിവാല എന്നതിൽ നൗൺ അല്ലെങ്കിൽ നാമരൂപം ഏതാണ്? ഉത്തർ ദില്ലിവാല. ദില്ലിവാല എന്നുള്ളതാണ് ഉത്തരം. ചോദ്യം 7, ദില്ലിക്ക് ബഡേ ഹാക്കിം ഹഡ്സൺ ने ചിരാഗ് അലി को मार डाला. ഡൽഹിയിലെ വലിയ ഉദ്യോഗസ്ഥനായ ഹഡ്സൺ ചിരാഗ് അലിയെ കൊന്നുകളഞ്ഞു. ഇസ് ഘട്ടന के आधार पर ഹരിഗോപാൽ തുപ്ത के नाम पर മിർസ ഗാലിബ് का പത്ര തയ്യാർ करें. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ഹരിഗോപാൽ തുപ്തയുടെ പേരിൽ മിർസ ഗാലിബ് തയ്യാറാക്കുന്നതായ കത്ത് സങ്കല്പിച്ചെഴുതുക. ഉത്തരം സ്ഥാൻ, താരീഖ്, സ്ഥലം, തീയതി. പ്രിയമിത്ര, പ്രിയ കൂട്ടുകാരാ, ആപ് കൈസേ ഹേ? താങ്കൾക്ക് സുഖമാണോ? കുശൽ സേഹന, സുഖമായിരിക്കുന്നുവല്ലോ. ആപ്കാ പത്ര മിൽനെ സെ അനേക് ദിൻ ഹോഗി. താങ്കളുടെ കത്ത് കിട്ടിയിട്ട് അനേകം ദിവസങ്ങളായി. एक विशेष बात बताने के लिए यह पत्र लिख रहा हूँ. ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. आप जानते हैं कि अब दिल्ली अंग्रेज़ों की अधीनता में है. താങ്കൾക്കറിയാമല്ലോ ഇപ്പോൾ ഡൽഹി ബ്രിട്ടീഷുകാരുടെ അധീനതയിലാണ് എന്ന്. यहाँ के लोग अपनी इच्छा के अनुसार कुछ भी न कर सकते हैं. ഇവിടുത്തെ ആളുകൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. पिछले दिन सुबह चिराग अली नामक एक व्यक्ति सड़क सेंच रहा था. കഴിഞ്ഞ ദിവസം രാവിലെ ചിരാഗ് അലി എന്ന പേരുള്ള ഒരു വ്യക്തി റോഡ് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. उस समय दिल्ली के बड़े हाकिम हडसन घोड़े पर उधर से निकले. ആ സമയം ഡൽഹിയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായ ഹഡ്സൺ കുതിരപ്പുറത്ത് അതുവഴി വന്നു. ചിരാഗ് അലിനെ ഹഡ്സൻ को सलाम नहीं किया. ചിരാഗ് അലി ഹഡ്സനെ നമസ്കരിച്ചില്ല. इससे क्रोधित होकर हडसन ने अपने तलवार से चिराग अली का पेट चीरकर मार डाला और लाश को दिल्ली दरवाजे पर ढांक दी गई. ഇതിൽ ക്ഷുഭിതനായി തൻ്റെ വാളെടുത്ത് ചിരാഗ് അലിയുടെ വയറ് കുത്തിക്കീറി കൊന്നുകളയുകയും ശവം ഡൽഹിയുടെ കവാടത്തിൽ തൂക്കിയിടുകയും ചെയ്തു.
हडसन ने ही बादशाह बहादुर शाह जबर के दोनों बेटों का खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. ഈ ഹഡ്സൺ തന്നെയാണ് ബഹാദുർ ഷാ സഫർ എന്ന ചക്രവർത്തിയുടെ 2 ആൺമക്കളെയും കൊന്ന് അവരുടെ തലകൾ ഡൽഹിയുടെ കവാടത്തിൽ തൂക്കിയിട്ടിരുന്നത്. യഹാകെ ലോഗ് ഘബരാഹട്ട് മേ ഹെ, ഇവിടുത്തെ ആളുകൾ പരിഭ്രാന്തിയിലാണ്. ഘർവാലോങ്ക മേര നമസ്കാർ, ജൽദി ഹി ഇസ് പത്ര കി ജവാബ് ദേൻ. വീട്ടുകാർക്കെല്ലാം എൻ്റെ നമസ്കാരം, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് മറുപടി നൽകിയാലും. ജവാബ് കി പ്രതീക്ഷാ മേ ആപ്കാ മിത്ര ഹസ്താക്ഷർ മിർസ ഗാലിബ്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കളുടെ കൂട്ടുകാരൻ സിഗ്നേച്ചർ മിർസ ഗാലിബ്. സേവാമേ നാം പത, ടു നെയിം അഡ്രസ്. 8ാമത്തെ ചോദ്യം സഹി മിലാൻ കറി. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ലോഗ് പാനി കി തലാഷ് മേ अंग्रेजों ने दिल्ली में आते ही पानी कड़वा और बदबूदार था. उन्होंने गालिब के दोनों बच्चे पलसड़े सीधे साधे लोगों को मारना शुरू कर दिया. नौकर पड़ोसी आदि को गिरफ्तार किया. बर्तन लेकर निकल पड़े कि लगा पानी नहीं मौत पी रहे हैं. उत्तरम लोग पानी की तलाश में बर्तन लेकर निकल पड़े. ആളുകൾ വെള്ളം അന്വേഷിച്ച് പാത്രമെടുത്ത് പുറപ്പെട്ടു. अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ വന്നപ്പോൾ തന്നെ സാധാരണക്കാരായ ആളുകളെ കൊല്ലാൻ തുടങ്ങി. പാനി കഡ്വാർ ബദ്ബൂദാർ ഥാ കി ലഗാ പാനി നഹി മൗത് പീ രഹേ. വെള്ളം കയ്പേറിയതും ദുർഗന്ധമുള്ളതുമായിരുന്നു. വെള്ളം അല്ല, മറിച്ച് മരണത്തെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നി. उन्होंने गालिब के दोनों बच्चे नौकर पड़ोसी आदि को गिरफ्तार किया. അവർ ഗാലിബിൻ്റെ 2 ആൺമക്കളെയും ജോലിക്കാരെയും അയൽക്കാരെയും അറസ്റ്റ് ചെയ്തു. 9ാമത്തെ ചോദ്യം കേണൽ ബ്രൗൺ और मिर्जा गालिब के बीच होने वाली बातचीत पटकथा के रूप में लिखी. കേണൽ ബ്രൗണും മിർസ ഗാലിബും തമ്മിലുള്ളതായ സംഭാഷണം സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിൽ തയ്യാറാക്കുക. ഉത്തരം ദൃശ്യ 3. ദൃശ്യം 3. സ്ഥാൻ കേണൽ ബ്രൗൺ കാ കമറ. സ്ഥലം കേണൽ ബ്രൗണിൻ്റെ മുറി. സമയ ദുപഹർ, ഉച്ചസമയം. പാത്ര കേണൽ ബ്രൗൺ ഓർ മിർസ ഗാലിബ്. കഥാപാത്രങ്ങൾ കേണൽ ബ്രൗണും മിർസ ഗാലിബും. ലഘുവിവരണം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. കേണൽ ബ്രൗൺ ഗംഭീരദാസെ ബേഠ്താ ഹെ. കേണൽ ബ്രൗൺ വളരെ ഗാംഭീര്യത്തോടെ ഇരിക്കുന്നു. സാമനെ മിർസ ഗാലിബ് ഉൻകെ 2 ബേഠെ നൗക്കർ ഓർ കുച്ച് പടോസി ഖടെ ഹോത്തെ ഹെ. തൊട്ട് മുൻപിലായി മിർസ ഗാലിബും അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും ജോലിക്കാരും കുറച്ച് അയൽക്കാരും നിൽക്കുന്നുണ്ട്. കുച്ച് ദൂർ കേണൽ ബ്രൗൺ കെ സിപ്പാഹി ഖടെ ഹോത്തെ ഹെ. കുറച്ച് ദൂരെയായി കേണൽ ബ്രൗണിൻ്റെ പടയാളികൾ നിൽക്കുന്നുണ്ട്. മിർസ ഗാലിബ് ജി മേ അന്തർ ആവും. സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. കേണൽ ബ്രൗൺ ഹാ ആവോ. തുമാരാ നാം ക്യാ ഹേ. ആ വരൂ, നിങ്ങളുടെ പേരെന്താണ്? മിർസ ഗാലിബ് മേ മിർസ ഗാലിബ് ഹൂം. ഞാൻ മിർസ ഗാലിബാണ്. കേണൽ ബ്രൗൺ തും ക്യാ കർത്തെ ഹോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? മിർസ ഗാലിബ് മേ ഉറുദു കവി ഹൂം. ഞാൻ ഉറുദു കവിയാണ്. കേണൽ ബ്രൗൺ മേ കവിയോ കാ ആദർ കർത്ത. ഞാൻ കവികളെ ആദരിക്കുന്നു. ഇസ്ലിയെ ആപ് ഘർ വാപ്പസ് ജായേം. അതുകൊണ്ട് താങ്കൾ വീട്ടിൽ പോയാലും. മിർസ ഗാലിബ് മേരെ ജൈസെ ഭി ബേഗുനാഹ് ഹെ. യേ കവിത ഭി ലിഖ്തെ ഹെ. എന്നെപ്പോലെ ഇവരും നിരപരാധികളാണ്. ഇവരും കവിത എഴുതാറുണ്ട്. കേണൽ ബ്രൗൺ സച്ച് ഇൻകോ ഭി ആപ് ലേ ജായേം. സത്യമാണോ? ഇവരെയും താങ്കൾ കൊണ്ടുപോയാലും. മിർസ ഗാലിബ് ധന്യവാദ് ജി. നന്ദി സാർ. ഇവിടെ തുടക്കത്തിലെല്ലാം തും തുമാര എന്നൊക്കെയാണ്, യാതൊരു ബഹുമാനവും ഇല്ലാതെയാണ് മിർസ ഗാലിബിനെ വിളിക്കുന്നതെങ്കിൽ അവസാനം കവിയാണ് എന്നറിഞ്ഞപ്പോൾ ആദരസൂചകമായി ആപ് എന്ന പദപ്രയോഗം നടത്തിയിരിക്കുന്നു. 10ാമത്തെ ചോദ്യം കോഷ്ടക് സെ ഉചിത് ശബ്ദ സഹി സ്ഥാൻ पर रखकर पिरामिड की पूर्ति करें. गिरफ्तार करके गालिब को. ചോദ്യം സാമനെ പേഷ് കിയ, ഉൻകെ സാമനെ പേഷ് കിയ. 2 മോഡലിൽ നമുക്ക് എഴുതാം. 1ാമത്തെ മോഡൽ സാമനെ പേഷ് കിയ, മുൻപിൽ ഹാജരാക്കി. ഉൻകെ സാമനെ പേഷ് കിയ, അദ്ദേഹത്തിന് മുൻപിൽ ഹാജരാക്കി. ഗാലിബ് കോ ഉൻകെ സാമനെ പേഷ് കിയ, ഗാലിബിനെ അദ്ദേഹത്തിന് മുൻപിൽ ഹാജരാക്കി. ഗാലിബ് കോ ഗിരഫ്താർ കർക്കെ ഉൻകെ സാമനെ പേഷ് കിയ, ഗാലിബിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് മുൻപിൽ ഹാജരാക്കി. 2ാമത്തെ മോഡൽ സാമനെ പേഷ് കിയ, ഉൻകെ സാമനെ പേഷ് കിയ, ഗിരഫ്താർ കർക്കെ ഉൻകെ സാമനെ പേഷ് കിയ.
गालिब को गिरफ्तार करके उनके सामने पेश किया. ഈ രണ്ട് മോഡലിലും ഓരോ വാക്യങ്ങളിൽ പുതുതായി ചേർത്തിരിക്കുന്നതായ വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, പരേശാൻ ലോഗോനെ ഗലി കാ ദർവാസ ഖോൽ ദിയ കബ്? പരിഭ്രാന്തരായ ആളുകൾ തെരുവിൻ്റെ വാതിൽ തുറന്നു എപ്പോൾ? ഉത്തരം, ഗലിമേ പാനിക്ക് ബഡി ദിക്കത്ത് थी. ആ തെരുവിൽ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. വഹാ കെ ലോഗ് ബഡി സാവധാനി സേ ആഹിസ്ത ആഹിസ്ത പാനി പീ രഹേ थे. അവിടുത്തെ ആളുകൾ വളരെ ജാഗ്രതയോടുകൂടി സാവധാനം വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. ലേക്കിൻ അന്തമേ പാനിക്ക് ഘടയെ ഖാലി ഹോഗി. എന്നാൽ അവസാനം അവർ ശേഖരിച്ചു വെച്ചിരുന്നായ വെള്ളത്തിൻ്റെ പാത്രങ്ങളെല്ലാം കാലിയായി, കുടങ്ങൾ കാലിയായി. വേ 2 दिन और 2 रात तक भूखे प्यासे बैठते रहे. 2 പകലും 2 രാത്രിയും വിശന്നും ദാഹിച്ചും ഇരുന്നു. जब प्यास सहन न कर सके तब परेशान लोगों ने गली का दरवाजा खोल दिया. ദാഹം സഹിക്കാതായപ്പോൾ പരിഭ്രാന്തരായ ആളുകൾ ആ തെരുവിൻ്റെ വാതിൽ തുറന്നു. രണ്ടാമത്തെ ചോദ്യം, കേണൽ ബ്രൗൺ കോൺ ഥാ? കേണൽ ബ്രൗൺ ആരായിരുന്നു? ഉത്തരം, കേണൽ ബ്രൗൺ അംഗ്രേസ് അഫ്സർ ഥാ. കേണൽ ബ്രൗൺ ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഗലി കാ ദർവാസ ഭീതർ സെ ബന്ദ് കർ ദിയ ഓർ വഹാ പത്ഥർ രഖ് ദിയ ക്യോ? ആ തെരുവിൻ്റെ വാതിൽ അകത്തുനിന്ന് അടയ്ക്കുകയും കല്ലെടുത്ത് വയ്ക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ഉത്തരം, അംഗ്രേസോനെ ദില്ലിക്ക് ലോകോങ്കോ മാർന ശുരു കർ ദിയ. ബ്രിട്ടീഷുകാർ ഡൽഹിയിലെ ആളുകളെ കൊല്ലാൻ തുടങ്ങി. ജിസ് ഗലി മേ ഏക് ഹി ദർവാസ ഥാ യഹാ അംഗ്രേസ് ന ഘുസ്നെ കെ ലിയെ ദർവാസ ഭീതർ സെ ബന്ദ് കർ ദിയ ഓർ വഹാ പത്ഥർ രഖ് ദിയ. ഈ തെരുവിൽ ആകെക്കൂടി തെരുവിലേക്ക് കടക്കാൻ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആ വാതിൽ കൂടി ബ്രിട്ടീഷുകാർ കടക്കാതിരിക്കുന്നതിന് വേണ്ടി വാതിൽ അകത്തുനിന്ന് അടച്ച് അവിടെ കല്ലെടുത്ത് വെച്ചു. നാലാമത്തെ ചോദ്യം, വ പാനി ഹി ഉസ് വക്ത് ഹമാരെ ലിയെ സബ്സെ ബഡി ദൗലത്ത്. ആ വെള്ളം ഞങ്ങളെ സംബന്ധിച്ച് ആ സമയത്ത് വലിയ സ്വത്ത് തന്നെയായിരുന്നു. ഇസ് പ്രകാർ ക്യോ കഹതാ ഹൈ? ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം, മിർസ ഗാലിബ് റഹനെ കി ഗലി മേ കുആ നഹി ഥാ. മിർസ ഗാലിബ് താമസിച്ചിരുന്നതായ ആ തെരുവിൽ കിണറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഗലിക്ക് ബാഹർ കഹി കഹി ജഹരീലെ പാനി മിൽത്താ ഥാ. ആ തെരുവിന് വെളിയിലായി ചിലയിടങ്ങളിൽ നിന്ന് വിഷമയമായ വെള്ളം കിട്ടിയിരുന്നു. തബ് ഏക് ദിൻ ബർസാത്ത് ഹുയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മഴ പെയ്തു. ഗലി വാലോനെ ചാദർ ബാന്ധ് കർ ഉസ്കെ നീച്ചെ മട്ക രഖ്കർ ഉസ്മേ പാനി ഭർ ദിയ. ആ തെരുവിലുള്ള ആളുകൾ ഷീറ്റ് വലിച്ചു കെട്ടി, അല്ലെങ്കിൽ പുതപ്പ് വലിച്ചു കെട്ടി, അതിനടിയിൽ കുടം വെച്ച് അതിൽ വെള്ളം നിറച്ചെടുത്തു. വ പാനി ഹി ഉസ് വക്ത് ഉൻകെ ലിയെ സബ്സെ ബഡി ദൗലത്ത്. ആ വെള്ളം തന്നെയായിരുന്നു അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വത്ത്. അഞ്ചാമത്തെ ചോദ്യം, ലോഗ് ദില്ലി സേ അപ്നി അപ്നി ജാൻ ബച്ചാക്കർ ഭാഗ് നിക്ലെ ക്യോ? ആളുകൾ ഡൽഹിയിൽ നിന്ന് അവരുടെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. എന്തുകൊണ്ട്? ഉത്തരം, അംഗ്രേസോനെ ദില്ലിക്ക് സീധേ സാധേ ലോകോങ്കോ മാർന ശുരു കിയ. ബ്രിട്ടീഷുകാർ ഡൽഹിയിലെ സാധാരണക്കാരായ ആളുകളെ കൊല്ലാൻ തുടങ്ങി. ഉन्होंने ഗരീബ് ലോകോങ്കെ ഘർ ജലാ ദിയേ. ബ്രിട്ടീഷുകാർ ദരിദ്രരായ ആളുകളുടെ വീടുകൾ കത്തിച്ചു കളയാൻ തുടങ്ങി. തബ് ലോഗ് ദില്ലി സേ അപ്നി അപ്നി ജാൻ ബച്ചാക്കർ ഭാഗ് നിക്ലെ. അപ്പോൾ ആളുകൾ അവരുടെ ജീവനം കൊണ്ട് ഡൽഹിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആറാമത്തെ ചോദ്യം, മിർസ ഗാലിബ് को और अन्य गिरफ्तार किए लोगों को रिहा कर दिया. മിർസ ഗാലിബിനെയും മറ്റ് അറസ്റ്റ് ചെയ്തിരുന്നതായ ആളുകളെയും മോചിപ്പിച്ചു. കേസ് എങ്ങനെ? उत्तर, मिर्जा गालिब को और अन्य लोगों को कर्नल ब्राउन के पास लाते समय मिर्जा गालिब ने कर्नल ब्राउन से बताया कि वे और उनके साथ लाए सभी कावी हैं. मिर्जा ഗാലിബിനെയും മറ്റുള്ള ആളുകളെയും കേണൽ ബ്രൗണിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ മിർസ ഗാലിബ് കേണൽ ബ്രൗണിനോട് പറഞ്ഞു, അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം വന്നിരിക്കുന്നതായ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നതായ ആളുകളും കവികളാണ്. കേണൽ ബ്രൗൺ കവിയോ കാ ആദർ കർത്തേ ഹൈ. കേണൽ ബ്രൗൺ കവികളെ ബഹുമാനിക്കുന്നു. ഇസ്ലിയെ മിർസ ഗാലിബ് കോ और अन्य गिरफ्तार किए लोगों को रिहा कर दिया. അതുകൊണ്ട് മിർസ ഗാലിബിനെയും അറസ്റ്റ് ചെയ്ത മറ്റ് ആളുകളെയും വിട്ടയച്ചു.
ഏഴാമത്തെ ചോദ്യം, ഇനേം മേ നിഹിത് സർവനാം ക്യാ ഹൈ? ഇനേം എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രൊനൗൺ ഏതാണ്? ഉത്തരം എ. ഈ ഇനേം എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എ പ്ലസ് കോ, അതിന് രണ്ട് രീതിയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇൻകോ എന്നോ ഇനേം എന്നോ നമുക്ക് എഴുതാം. ചോദ്യം 8, അസ്ലി മുസീബത്ത് മേ സഗ്യ ശബ്ദ കോൺസാ ഹൈ? അസ്ലി മുസീബത്ത് എന്നുള്ളതിലെ നൗൺ അല്ലെങ്കിൽ നാമരൂപം ഏതാണ്? ഉത്തരം മുസീബത്ത്. 9ാമത്തെ ചോദ്യം, സഹി മിലാൻ കരീം. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കൈദ് ഖാനോ കെ ബന്ദിയോങ്കോ ദില്ലി കെ ബഡെ ഹാക്കിം ഹഡ്സൺ സാബ് हडसन को हिंदुस्तानियों का मेहरुनिसा दूसरों के घर में. वलद साइडिल घोड़े पर आ रहा था, झाड़ू लगाकर जीवित रहती थी, बाद में फांसी दे दी गई, खून करने में बड़ा मजा आता था. उत्तरम कैद खानों के बंदियों को बाद में फांसी दे दी गई. തടവറകളിൽ ബന്ധിപ്പിക്കപ്പെട്ടിരുന്നതായ ആളുകളെ പിന്നീട് തൂക്കിലേറ്റി. ദില്ലി കെ ബഡെ ഹാക്കിം ഹഡ്സൺ സാബ് ഘോഡെ പർ ആ രഹാ ഥാ. ഡൽഹിയിലെ വലിയ ഉദ്യോഗസ്ഥനായ ഹഡ്സൺ സാബ് കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയോ കാ ഖൂൻ കർനെ മേ ബഡാ മസാ ഥാ. ഹഡ്സന് ഭാരതീയരെ കൊല്ലുന്നതിൽ വലിയ രസം കണ്ടെത്തിയിരുന്നു. മെഹറുനിസ ദൂസറോ കെ ഘർ മേ ജാഡു ലഗാക്കർ ജീവിതം രഹത്തി ഥി. മെഹറുനിസ മറ്റുള്ളവരുടെ വീട് വൃത്തിയാക്കി അല്ലെങ്കിൽ അടിച്ചുവാരി ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നു. 10ാമത്തെ ചോദ്യം, ഗലിമേം പാനി കി കമി കെ കാരൺ ലോക് പരേശാൻ ഥി. തെരുവിൽ വെള്ളത്തിൻ്റെ കുറവ് കാരണം, ദൗർലഭ്യം കാരണം ആളുകൾ പരിഭ്രാന്തരായി. ഉൻകോ ഷോറിയക്കാ പാനി പീനപ്പെട, അവർക്ക് വെടിമരുന്ന് കലർന്നതായ വെള്ളം കുടിക്കേണ്ടതായി വന്നു. ഇസ്കെ ആധാർ പർ സമാചാർ തയ്യാർ കരെ. ഇതിനെ അടിസ്ഥാനമാക്കി ന്യൂസ് തയ്യാറാക്കുക. ഹെഡിങ്, സ്വച്ഛ് പാനി നഹി ഗലി വാലെ പരേശാനി മേ. ശുദ്ധജലമില്ല, തെരുവിലുള്ള ആളുകൾ പരിഭ്രാന്തിയിൽ. സ്ഥലം, പുരാനി ദില്ലി. സ്വച്ഛ് പാനി കി കമി കെ കാരൺ സാരി ഗലിയോ മേ ലോക് പരേശാൻ ഹെ. ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യം കാരണം തെരുവിലുള്ള മുഴുവൻ ആളുകളും പരിഭ്രാന്തരാണ്. അംഗ്രേസ് യഹാ കെ സീധേ സാധേ ലോഗോं को മാർന ശുരു കിയ. ബ്രിട്ടീഷുകാർ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ കൊല്ലാൻ തുടങ്ങി. അനേക് ഗരീബോं के घर भी जला दिए. അനേകം പാവപ്പെട്ട ആളുകളുടെ വീട് കത്തിച്ചു കളഞ്ഞു. ഇസ് കാരൺ സെ അനേക് ലോഗ് യഹാ സെ ജാൻ ബച്ചാക്കർ ഭാഗ് നിക്കലെ. ഈ കാരണത്താൽ അനേകം ആളുകൾ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അംഗ്രേസോ കെ ഡർ സെ ലോഗ് ബാഹർ നഹി ആത്തെ ഹെ. ബ്രിട്ടീഷുകാരെ ഭയന്ന് ആളുകൾ പുറത്തേക്ക് വരുന്നില്ല. ഭൂഖ് ഓർ പ്യാസെ ലോഗ് തടപ്തേ ഹെ. വിശപ്പും ദാഹവും കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്നു. മിർസ ഗാലിബ് നാമക് ഉറുദു കവി രഹ്നെ കി ഗലി മേ കുയേം ഭി നഹി ഹെ. മിർസ ഗാലിബ് എന്ന പേരുള്ള ഉറുദു കവി താമസിക്കുന്ന ആ തെരുവിൽ കിണറുകൾ പോലും ഇല്ല. അംഗ്രേസോ കെ ഡർ സെ ഗലി കാ ദർവാസ ബന്ദ് കിയാ ഥാ. ബ്രിട്ടീഷുകാരെ ഭയന്ന് ആ തെരുവിൻ്റെ വാതിൽ അടച്ചിരുന്നു. ലേക്കിൻ അപ്നെ ഘറോ മേ പാനി ഖത്മ ഹോനെ പർ വേ ദർവാസ ഖോൽനെ കോ മജ്ബൂർ ഹോ ഗയി. എന്നാൽ അവരുടെ വീടുകളിൽ വെള്ളം ഇല്ലാതായപ്പോൾ വാതിൽ തുറക്കാൻ അവർ നിർബന്ധിതരായി. പാനി ദൂർ തക് നഹി ഥ. വെള്ളം അങ്ങ് ദൂരെ വരെ ഉണ്ടായിരുന്നില്ല. ജോ പാനി മില വ സഹരീല ഥ. കിട്ടിയ വെള്ളം തന്നെ വിഷമയമായിരുന്നു. വ പീനെ യോഗ്യ നഹി ഥ ക്യോങ്കി ബഹുത് കഡ്വ ഓർ ബദ്ബൂദാർ ഥ. ആ ലഭിച്ചതായ വെള്ളം കുടിക്കാൻ യോഗ്യമായതല്ലായിരുന്നു. കാരണം അത് കയ്പ് നിറഞ്ഞതും ദുർഗന്ധമുള്ളതുമായിരുന്നു. ऐसा होने पर भी वह शौर्य का पानी उनको पीना पड़ा. ഇങ്ങനെയായിട്ട് പോലും ആ വെടിമരുന്ന് കലർന്നതായ വെള്ളം അവർക്ക് കുടിക്കേണ്ടതായി വന്നു. ഗലി വാലോं की इस अवस्था पर वे शिकायत भी नहीं कर सकते. തെരുവിലുള്ള ആളുകളുടെ ഈ അവസ്ഥയെ സംബന്ധിച്ച് അവർക്ക് പരാതി പോലും പറയാൻ സാധിക്കുന്നില്ല. ആരോടും പരാതിപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല. 11ാമത്തെ ചോദ്യം, കോഷ്ടക് സെ ഉചിത് ശബ്ദ് സഹി സ്ഥാൻ पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ മക്കാനോ കെ ദില്ലി കെ. ചോദ്യം, മാർ ഡാലേഗയെ മാലിക് മാർ ഡാലേഗയെ. രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ മോഡൽ, മാർ ഡാലേഗയെ കൊന്നുകളഞ്ഞു. മാലിക് മാർ ഡാലേഗയെ ഉടമസ്ഥരെ കൊന്നുകളഞ്ഞു. ദില്ലിക്കെ മാലിക് മാർ ഡാലേഗയെ ഡൽഹിയിലെ യജമാനന്മാരെ അല്ലെങ്കിൽ ഉടമസ്ഥരെ കൊന്നുകളഞ്ഞു. ദില്ലിക്കെ മക്കാനോ കെ മാലിക് മാർ ഡാലേഗയെ ഡൽഹിയിലെ വീട്ടുടമസ്ഥരെ
കൊന്നുകളഞ്ഞു. രണ്ടാമത്തെ മോഡൽ മാർ ഡാലഗെ, മാലിക് മാർ ഡാലഗെ, മക്കാനോ കെ മാലിക് മാർ ഡാലഗെ, ദില്ലി കെ മക്കാനോ കെ മാലിക് മാർ ഡാലഗെ. ഇവിടെയെല്ലാം ഓരോ വാക്യങ്ങളിലും പുതുതായി ചേർത്തിരിക്കുന്ന വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ജിസ് ഗലി മേ മേ രഹതാ ഹൂം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കണ്ടതായ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇത് നിങ്ങൾക്ക് നന്നായി പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിരന്തരമായി കാണുക. മറ്റൊരു പാഠവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.